ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ലുലു മോൾ വരെ ഒന്ന് പോവുകയാണ്. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ആളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിപ്പോയി. സോ അത് ശരിയാക്കാൻ പെടുന്ന പാടാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ അവസാനം അതൊക്കെ ശരിയാക്കി ഞങ്ങൾ എന്തായാലും സുന്ദരിക്കുട്ടനായി. ആൻഡ് ഫൈനലി ഞങ്ങളവിടെ എത്തി. ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്പലത്തിലൊന്ന് കയറണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നൈറ്റ് അല്ല പോയത്, രാവിലെയാണ് പോയത്. ആക്ച്വലി അവിടെ ക്രിസ്മസ് ഫെസ്റ്റിവലൊക്കെ ആയതുകൊണ്ട് നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നൈറ്റ് തന്നെ വരേണ്ടതായിരുന്നു. ഇല്ല, നോക്കൂല. അപ്പോൾ ഉറക്കണമെന്ന് നോക്കിയപ്പോൾ ഇവിടെ എത്തി. ഫസ്റ്റ് ഞങ്ങൾ പോയത് സുഡിയോയിലായിരുന്നു. അവിടെ അങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 1-2 ടോപ്സിന് മാത്രം 199 പ്രൈസ് കിടക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഓഫറും അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഫൈനലി ഞാൻ ഈ 2 ടോപ്സാണ് ഇവിടെ നിന്ന് എടുത്തത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാണാൻ നൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നേനെ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ലുലു ഫാഷൻ സ്റ്റോറിലാണ്. അവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധനങ്ങൾക്ക് 50% വരെയൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ഈ കുട്ടി ഉടുപ്പിൻ്റെ ഇടയിൽ പക്ഷേ ലക്കിയുടെ സൈസിനുള്ളതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ആൻഡ് ഇവിടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഇവിടെ 50% ഓഫർ വരെ MRP ഉണ്ടായിരുന്നു. അതിലാണ് കണ്ണ്. ലക്കിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ എന്തായാലും അവനൊരു വണ്ടി ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവിടെയാണെങ്കിൽ നല്ല ഓഫറും ഉണ്ടായിരുന്നു. ബട്ട് ആളുടെ ബർത്ത്ഡേ മാർച്ചിലാണ്. ഇനിയൊരു 2-2.5 മാസത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ വാങ്ങി വെക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി. പിന്നെ കുട്ടി കുട്ടി സ്കൂട്ടീസും ബൈക്കും ഒക്കെ ഉണ്ട്. കാർ മാത്രമല്ല, എല്ലാം MRPയിൽ നിന്നും റേറ്റ് കുറവായിട്ട് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇത്തിരി കൂടെ കഴിയുമ്പോൾ വാങ്ങിച്ചു തരാം. ഇത് ഒറിജിനൽ പ്രൈസേ 7,999. 15,000. അതിന് ഓഫറില്ല. ഇതിനൊന്നും ഓഫറില്ല. അതിനൊക്കെ ഉണ്ട്. ഹലോ ഹലോ സാർ, സ്പ്ലിറ്റ് ചെയ്യാൻ പോണാ? കണ്ട അവൻ തിരിഞ്ഞളഞ്ഞണ്ട. നോക്കടാ. ലുലു മോൾ ക്രിസ്മസ് ടൈം ആയപ്പോഴേ എല്ലാവരും സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ വെച്ചിരുന്നത് ഈ സംസാരിക്കുന്ന ഈ മരമായിരുന്നു. അതവന് ഒത്തിരി ഇഷ്ടമായി. അവൻ കുറേ നേരം അതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ഞങ്ങളിവിടെ വന്ന മെയിനായിട്ട് പോകുന്നത് ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടെയും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. വൈൻ ബോട്ടിൽസ് ആൻഡ് കേക്ക്സ്, അതിനൊക്കെ നല്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു. ആൾക്കിരിക്കാൻ സീറ്റൊക്കെ കിട്ടി. $500 ഇല്ല, ഇതേ ഉള്ളൂ. ഹലോ, വരട്ടെ, വണ്ടി വരട്ടെ. എവിടെ എവിടെ? ഒരുപാട് പഴുക്കാത്തത്. അതാണ് എനിക്ക് എങ്ങനെയെന്ന് അറിഞ്ഞത്.
ഒരു മിൽക്ക് കേക്ക് വാങ്ങണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. ബട്ട് ഇപ്പോഴാണ് അതൊന്ന് നടന്നു കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറണമെന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ ഐറ്റംസ് ഒന്നും ഞങ്ങൾ ഇത്തവണ വാങ്ങിയില്ല. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ കുറേ പർച്ചേസ് ചെയ്യുന്നത്. ചിക്കൻ ഐറ്റംസ്, പിന്നെ ഫിഷ് ഐറ്റംസ് അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ചോക്ലേറ്റ് കുനാഫ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹേസൽ നട്ടിൻ്റെയാണ് ട്രൈ ചെയ്തത്. അടിപൊളിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. ഈ സാലഡ് വാങ്ങാതെ ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്ന് തിരിച്ച് പോയിട്ടേ ഇല്ല. ആൻഡ് മൈ ഫേവ് കട്ട് സ്പൈസി മാംഗോ. ആൻഡ് ഐസ്ക്രീംസിനും നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ വന്ന ടൈം അങ്ങനെ ആയിപ്പോയി. രാവിലെ തൊട്ട് രാത്രി വരെ അതെന്തായാലും ഞങ്ങളുടെ ബാഗിൽ വെച്ചിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് പിന്നെ അതുപോലും ഞങ്ങൾക്കിന്ന് വാങ്ങാൻ പറ്റിയില്ല. എന്നും വന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിക്ക് ഞങ്ങൾ ഇന്ന് ഒന്നും സത്യം പറഞ്ഞാൽ വാങ്ങിയില്ല. എന്തായാലും ഇനി ഒരിക്കൽ കൂടി വരണമെന്ന് വിചാരിക്കുന്നു. ആൻഡ് എന്തായാലും ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു, വളരെ പെട്ടെന്ന് കഴിഞ്ഞു. സോ അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.